നോർത്ത് പറവൂർ കണ്ണൻകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിന്റെ 155ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന AEO CS ജയദേവനെ ആദരിക്കലും LSS വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സ്കൂൾ ഹാളിൽ വെച്ച് നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു ഉദ്ഘാടനം ചെയ്തു. ഈ കണ്ണൻകുളങ്ങര LP സ്കൂളിൻ്റെ ചരിത്രം ഒന്ന് അറിഞ്ഞു പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ ഈ വലിയൊരു സരസ്വതി ക്ഷേത്രം അക്ഷര മുത്തശ്ശി എത്രായിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ആദ്യാക്ഷരം പഠിപ്പിച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ പഠിച്ച് വളർന്ന് മിടുക്കന്മാരായി പോയ ഒട്ടേറെ പേർ വക്കീൽമാരാണ്, ഡോക്ടർമാരാണ്, വിദ്യാഭ്യാസ അധ്യാപകരായിട്ടുണ്ട്, വിദ്യാഭ്യാസ മേഖലകളിൽ ജോലി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 155 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സ്കൂളിൻ്റെ ഗതകാല സ്മരണം ആലോചിച്ച് നോക്കി. എത്രയോ കുട്ടികളുണ്ടായിരുന്നു. ഈ സ്കൂള് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പറവൂരിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരാൻ പഠിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ ശശികുമാർ അധ്യക്ഷയായി. ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CS ജയദേവൻ പ്രസംഗിച്ചു. പിന്നീട് സ്ഥലം തികയാതെ ഇവിടുന്ന് പറവൂർ ബോയ്സ് ആയിട്ട് മാറിയത്. അത് ബോയ്സ് ആയിരുന്നില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അവിടെയും കുട്ടികൾ കൊള്ളാതെ വന്നപ്പോഴാണ് പെൺകുട്ടികളെ മാറ്റി ഗേൾസ് വന്നത്. അപ്പോൾ മിക്സഡ് സ്കൂളുണ്ടായിരുന്ന ഗേൾസും ബോയ്സായിട്ട് മാറി. പക്ഷേ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾ അതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഗവൺമെൻറ് LPGS നിലനിൽക്കുന്നു, ബോയ്സ് നിലനിൽക്കുന്നു, ഗേൾസ് നിലനിൽക്കുന്നു, ടൗൺ മോഡൽ LP നിലനിൽക്കുന്നു, ഈ വിദ്യാലയവും നിലനിൽക്കുന്നു. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ ധാരാളം ആളുകൾ, സഹോദരൻ അയ്യപ്പൻ, P കേശവദേവ് അടക്കമുള്ള കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെല്ലാം പഠിച്ചത് ഈ സ്കൂളിൽ ഇരുന്നുണ്ടാകും. നോർത്ത് പറവൂർ BPC KS പ്രേംജിത്ത്, VA രാംദാസ്, രേഷ്മ P മോഹൻ, അനീറ്റ സിബു, കുമാരി KD നവനി, S ജോൺ ജോസഫ്, A ടിൻഡു മുരളി എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക പ്രീതി ആന്റണി സ്വാഗതം പറഞ്ഞു. ഫോട്ടോ കൊടുത്തിരുന്നു. അപ്പൊ അത്രത്തോളം ജനപ്രിയനായിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറ് പഠിപ്പിച്ച കുട്ടിയാണെന്ന് വെച്ചിട്ടല്ല, സാറ് വളരെ ജനകീയനാണെന്ന് പറഞ്ഞു. അഭിപ്രായം. അപ്പൊ അതുപോലെ എനിക്കറിയാം, സാറ് ചെയ്യാത്ത കാര്യങ്ങളില്ല. 2 വർഷം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് സാർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഞങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എപ്പോഴും കൈത്താങ്ങായി നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.